ഇരുമ്പ് കൊണ്ടും വയറുകൾ കൊണ്ടും ഉണ്ടാക്കിയ മുഖത്ത് ഭാവങ്ങളില്ലാത്ത ഒരു റോബോട്ട് ക്ലാസ് മുറിയിൽ വന്നു നിൽക്കുന്നു. അത് കുട്ടികളോട് സംസാരിക്കുന്നു. ഇത് കേൾക്കുമ്പോൾ ഒരു സയൻസ് ഫിക്ഷൻ സിനിമ പോലെ തോന്നാം. സാങ്കേതിക വിദ്യ ഇത്രയും വളരുമ്പോൾ റോബോട്ടുകൾ മനുഷ്യരായ അധ്യാപകരെ പൂർണ്ണമായി മാറ്റുമോ എന്ന ചോദ്യങ്ങളെല്ലാം മുൻ വീഡിയോകൾ നമ്മൾ പരിശോധിച്ചു. ഇതിന്റെ യഥാർത്ഥ മറുപടി നമ്മൾ അറിഞ്ഞിരിക്കണം. സയൻസ് ഫിക്ഷൻ സിനിമകൾ പോലെ തോന്നുന്ന സാങ്കേതിക വിദ്യ ഇത്രയും വളരുമ്പോൾ ഇതിന്റെ ഒരു പ്രതിഫലനം എന്തായിരിക്കും? ഒരു റോബോട്ടിന് ലോകത്തിലെ എല്ലാ പുസ്തകങ്ങളിലെയും വിവരങ്ങൾ നിമിഷങ്ങൾക്കുള്ളിൽ പറഞ്ഞു തരാൻ കഴിയും. എന്നാൽ ഒരു കുട്ടി പരാജയപ്പെടുമ്പോൾ അവന്റെ വിഷമം കണ്ട് ചേർത്ത് പിടിച്ച് സാരമില്ലടാ നമുക്ക് ശരിയാക്കാം എന്ന് പറയാൻ ഒരു യന്ത്രത്തിനും കഴിയില്ല. തോൽവികളിൽ നിന്ന് എങ്ങനെ എഴുന്നേൽക്കണം എന്ന് പഠിപ്പിക്കാൻ സ്നേഹവും കാരുണ്യവും എന്താണെന്ന് സ്വന്തം ജീവിതത്തിലൂടെ കാണിച്ചു കൊടുക്കാൻ മനുഷ്യന് മാത്രമേ കഴിയൂ. വിദ്യാഭ്യാസത്തിന്റെ ആത്മാവ് എന്ന് പറയുന്നത് ഈ മനുഷ്യബന്ധം തന്നെയാണ്. 2035 വിദ്യാഭ്യാസം എന്ന് പറയുന്നത് യന്ത്രത്തിന്റെ ബുദ്ധിയും മനുഷ്യന്റെ വിവേകവും ഒന്നിക്കുന്ന ഒരിടമായിരിക്കും. ഭാവിയെ ഭയപ്പെടുകയല്ല, മറിച്ച് സാങ്കേതിക വിദ്യയെ ശരിയായ രീതിയിൽ ഉപയോഗിക്കാൻ നമ്മുടെ കുട്ടികളെ പഠിപ്പിക്കുകയാണ് വേണ്ടത്. പുതിയ കാലത്തിനൊപ്പം മാറാൻ നമ്മളും നമ്മുടെ കുട്ടികളും തയ്യാറാകണം. ഇന്ന് തന്നെ നിങ്ങളുടെ കുട്ടികളോടൊപ്പം ഇരുന്ന് വരും കാലത്ത് വരാൻ പോകുന്ന ഏതെങ്കിലും ഒരു പുതിയ സാങ്കേതിക വിദ്യയെ കുറിച്ച് ChatGPT ആവാം, VR ആവാം, ഏതുമാവട്ടെ 10 മിനിറ്റ് സംസാരിക്കുക. അവരുടെ ചിന്തകൾ എന്താണെന്ന് മനസ്സിലാക്കുക. ഭാവിയെ ഭയപ്പെടരുത്. അതിനായി നമ്മുടെ കുട്ടികളെ ഒപ്പം കൂട്ടി തയ്യാറെടുക്കൂ.